എന്നാണ് ഇതേ അനീഫ് കായക്കൊടി തിരുവനന്തപുരത്ത് പറയുന്നതിന് 2 ആഴ്ച മുമ്പ് തലശ്ശേരിയിൽ പങ്കെടുത്ത യോഗത്തിൽ ഡോക്ടർ ബഷീർ പറഞ്ഞത്. നമ്മുടെ നമസ്കാരത്തിൽ അല്ലാതെ ഇപ്പോൾ നമസ്കാരത്തിൽ 17 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞു. അവിടെ അള്ളാഹു ചേർത്തു നിന്നെ മാത്രം ആരാധിക്കും, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. അവിടെ ഇന്നെ മാത്രം ആരാധിക്കും എന്ന് പറഞ്ഞ് അള്ളാഹു അവിടെ വെറുതെ നിന്നില്ല, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. ഈ സഹായതേട്ടം ഇന്ന് ഈ തൗഹീദി പ്രസ്ഥാനത്തെ അലങ്കോലപ്പെടുത്താൻ ആഗോളാടിസ്ഥാനത്തിൽ പല പദ്ധതികളും നടത്തി വരികയാണ്. ഇവിടെ കുബൂരിസവും മൗദൂസ്യവും സുരൂറിസമൊക്കെ ഈ തൗഹീദി പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചത് നമുക്കറിയാം. ഇപ്പോൾ ഒരു പുതിയ ഇസവും കൂടി ഈ തൗഹീദി പ്രസ്ഥാനം നശിപ്പിക്കാൻ വന്നത് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാൻ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പറഞ്ഞവർ വീണ്ടും പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല, വാദിച്ചില്ല. ഇവിടെ നിങ്ങൾ ഈ പരിപാടി കഴിയുന്നവരെ ശ്രദ്ധിക്കുക, എന്നിട്ട് അത് മനസ്സിലാക്കുക. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? തിരുത്തി കൊടുത്തോ കായക്കൊടി? ആ യോഗത്തിൽ തന്നെ ടി പി അബ്ദുൽ കോയ മദനി പറഞ്ഞെന്താ, വിജനമായ സ്ഥലത്ത് വെച്ച് ആ ജിന്നുകൾ അവിടെ ഉണ്ടോ ഇല്ലേ എന്നൊന്നും ഉറപ്പില്ലാത്ത ജിന്നുകളെ വിളിച്ച് സഹായം തേടാം, അത് അനുവദനീയമാണെന്ന് പറയാൻ മണിക്കൂറുകൾ ചെലവഴിച്ച് വിശദീകരണം നടത്തുന്നു എന്നാണ്. തിരുത്തി കൊടുത്തോ? ഇതേ അനീഫ് കായക്കൊടി തന്നെ ഇടവണ്ണ വെച്ച് പറഞ്ഞെന്താ, തേടാന്ന് ജബ്ബാർ മൗലവിക്ക് വാദമുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കും. എന്നാ തേടാമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാദം. പറഞ്ഞില്ലേ, തേടാന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ, തേടാന്ന് വാദമുണ്ടോ എന്നാണ്. ശരിക്കും തേടാന്ന് തന്നെയാ വാദം. അതുപോലെ കൊടുവള്ളിയിൽ വെച്ച് നടന്ന മുഖാമുഖത്തിൽ അനീഫ പറഞ്ഞത് എന്താ, നമ്മൾ കൊലായിലിരുന്നിട്ട് അടുക്കളയിലുള്ള ഭാര്യയോട് ഒരിത്തിരി കാപ്പിങ് എടുക്കടി, ഒരു കട്ടനിങ് എടുത്തോ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഭാര്യയെ കാണുന്നില്ലല്ലോ എന്നിട്ടും വിളിച്ചു പറയല്ലേ, അതുപോലെയുള്ള ജിന്നിനോട് തേടുന്നത് എന്ന് പറഞ്ഞ് നിസാരമാക്കുകയാണ് എന്ന് പറഞ്ഞു. എന്താ ചെയ്താൽ നമ്മളെ റൂമിൽ ഇരുന്ന് എന്തെങ്കിലും കിതാബ് വായിക്കുകയാണ്. അപ്പോ നമ്മളെ ഭാര്യ അടുക്കളയിലാണ് ഉള്ളത്, നമ്മളെ ഭാര്യനെ നമ്മൾ കാണുന്നില്ല. അപ്പോ എടി ഒരു ഗ്ലാസ് കട്ടൻ വേണം എന്ന് നമ്മൾ പറയില്ലേ? നമ്മൾ ഭാര്യനെ കണ്ടിട്ടല്ലല്ലോ. അതുപോലെയുള്ളൂ ജിന്നിനോട് ചോദിക്കണത് എന്ന് വരെ പറഞ്ഞ് നിസ്സാരമായി ഇതിനെ തള്ളുന്ന ആളുകളുണ്ട്. മാത്രമല്ല, ഇസ്ലാഹ് മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത് ഒരു ബിംബം വെച്ച പണിയാണ് ചെയ്തത്. ബിംബത്തെ കൊണ്ടുവന്ന ആള് അംർ ബിൻ ലുഹയ്യ്. പിന്നെ ഒരുപാട് ആളുകൾ അതിനെ ആരാധിച്ചു. അതിന്റെയൊക്കെ കുറ്റായിരിക്ക അംർ ബിൻ ലുഹയ്യിനാണ്. അതുപോലെയാണ് ജബ്ബാർ മൗലവി ചെയ്തത്. അതൊരു വിളിയല്ലേ, വെറും വിളിയല്ല. എന്തിനാ വിളിക്കണത്? ജിന്നെ സഹായിക്കണേന്ന് പറയണത് എന്തിന്? ജിന്നെ വെളിച്ചെന്താന്ന് പറയണത് എന്തിന്? ജിന്നെ എവിടെയാ ഉള്ളത്? ഞാൻ കുറച്ച് എല്ലിൻ്റെ വീട്ടിൽ ഇന്നൊരു സൽക്കാരുണ്ടായിരുന്നു, കുറച്ച് എല്ല് ബാക്കിയുണ്ട്, ഇജ്ജ് തിന്നോ എന്ന് പറഞ്ഞിട്ട് എല്ല് കൊണ്ടിട്ട് കൊടുക്കാനാ? അല്ല, പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ഈ വിളി, പ്രയാസത്തിന്റെ ഘട്ടത്തിലാണ് ഈ വിളി, വെളിച്ചമില്ലാതെ കഷ്ടപ്പെടുമ്പോഴാണ് ഈ വിളി, അപകടത്തിന്റെ വക്കിലാണ് ഈ വിളി, വെള്ളത്തിൽ ഒഴുകിപ്പോയി കൈകാലിട്ടടിക്കുമ്പോഴാണ് ഈ വിളി. നിങ്ങൾ അറിയോ? ഇത് കേട്ട് ഞാൻ പ്രയാസത്തോടെയാണെങ്കിലും പറയട്ടെ, ജബ്ബാർ മൗലവി, ഇനി അദ്ദേഹത്തെ ഞാൻ അങ്ങനെ ആക്ഷേപിച്ചു എന്ന് പറയേണ്ട, ഒരു ഉദാഹരണം പറയുന്നു എന്ന് മാത്രം. ജബ്ബാർ മൗലവി ചെയ്ത ഈ പണിയുടെ ഫലം ഉണ്ടായത് എന്താണെന്നറിയോ? സൗദി അറേബ്യയിലേക്ക് വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചില്ലേ? നൂഹ് നബിയുടെ സമൂഹത്തിലേക്ക് ഈ നാട്ടക്കുറ്റികൾ ഉണ്ടാക്കി കൊടുത്തില്ലേ? ആ നാട്ടക്കുറ്റി ഉണ്ടാക്കി കൊടുത്തവർ, വിഗ്രഹം കൊണ്ടുവന്ന് വെച്ച അംർ ബിൻ ലുഹയ്യ് എന്ത് പണിയാണോ ചെയ്തത്, അതേ പണിയാണ് അബ്ദുൽ ജബ്ബാർ മൗലവി ചെയ്തത്. മൂപ്പരിത് നാട്ടക്കുറ്റി വെച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ആളുകൾ എന്ത് ചെയ്തു? ഇബാദത്ത് എടുക്കാൻ തുടങ്ങി. പക്ഷെ നൂഹ് നബീന്റെ കൗമ് കുറെ തലമുറ കഴിയേണ്ടി വന്നു. ജബ്ബാർ മൗലവിയുടെ തലമുറയോ, അബ്ദുല്ലാഹ് ബിൻ മസൂദ് ഈ പള്ളിയിലിരുന്ന് ദിക്രി ചെല്ലുന്ന ആളുകളോട് പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിച്ച വസ്ത്രം കീറിപ്പോയിട്ടില്ല, അള്ളാഹിന്റെ റസൂൽ ഉപയോഗിച്ച പാത്രം പൊട്ടിപ്പോയിട്ടില്ല, അള്ളാഹിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച സ്വഹാബികൾ മരിച്ചു തീർന്നിട്ടില്ല. അതിനു മുമ്പെയാണോ ഇതെഴുതിയ ജബ്ബാർ മൗലവി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ജനങ്ങൾ ശിർക്കൻ ആദർശത്തിലേക്ക് പോയി. നമ്മൾ സുഹൃത്തുക്കളെ, അബ്ദുൽ ജബ്ബാറിന്റെ ലേഖനം വായിച്ചിട്ട് അലി സക്കരിയ സലാഹിയുടെ പ്രസംഗം കേട്ടിട്ട് ഏതെങ്കിലും ഒരു മുജാഹിദ് ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിയമത്തുള്ള ഫാറൂഖ് പ്രസംഗിച്ച് നടക്കുന്നെന്താ? മുശ്രിക്കുകളെക്കാൾ മോശമാണ്. മുശ്രിക്കുകള് കുടുങ്ങിയ സമയത്തെങ്കിലും പടച്ചോനെ വിളിച്ചിരുന്നു, ഇവര് കുടുങ്ങിയ സമയത്ത് കൂടി ജിന്നിനെ വിളിക്കണത്. പിന്നെ ഒരുത്തിനും പേടില്ല അള്ളാനല്ലാതെ.
ഏത് നട്ടപ്പാതിര നേരത്തും ഏത് കൂരിരുട്ടിലും ഏത് മരുഭൂമിയിലും ഏത് വെള്ളത്തിൽ വീണാലും അള്ളാഹ് മതിവന്. എന്തോ ഒരു സുഖ. എല്ലാവരും കുടുങ്ങുമ്പോഴാണ് നമ്മൾ അള്ളാഹിനെ വിളിക്കല്. ഇത് കുടുങ്ങിയ അള്ളാഹിനെ വിട്ട് പിന്നെ വിളി ജിന്നിനെയാ. ചില്ലറ വഴികേടല്ലത്, ചില്ലറ ആദർശ വ്യതിയാനല്ല. എന്നാൽ മക്കാ മുശ്രിക്കീങ്ങൾ വരെ കുടുങ്ങിയാൽ അള്ളാഹിനെ വിളിക്കും. കുടുക്കുന്ന രക്ഷപ്പെട്ടാലോ ലാത്തനെയും ഹുസൈനെയും വിളിക്കും. ഇവിടെ നേരെ എതിര്, കുടുങ്ങിയൊരു രക്ഷയില്ല എന്ന് തോന്നിയാൽ അവിടെ ജിന്നിനെ, അല്ലാത്തപ്പോൾ അള്ളാഹിനെ. എന്തൊരു വഴികേടാ ഇത്. ലാത്തനി ഹുസൈനെ കുടുങ്ങുമ്പോഴെങ്കിലും വിളിച്ചിരുന്നു, ഇവിടെ നേരെ എതിര് കുടുങ്ങുമ്പോ ജിന്നിനെ വിളിക്കണത്. ഒരു വ്യക്തിനെ കാണിച്ചു തരാൻ പറ്റും നിങ്ങൾക്ക്? ഒരു സാധാരണ മുജാഹിദ് പ്രവർത്തകൻ ഏതെങ്കിലും സന്ദർഭത്തിൽ ജിന്നിനെ വിളിക്കണത്? പച്ച കളവ കൊണ്ട് പറയാ, ആട്ടിനെ പട്ടിയാക്കുന്ന തന്ത്രം. ഇവിടെ സുഹൃത്തുക്കളെ, ഇവിടെ കാര്യമായി പറഞ്ഞത് ചോദ്യം ചോദിച്ചുകൊണ്ടൊക്കെ ഉണ്ടാക്കിയത് എന്താ? ജിന്ന് അഭൗതികം എന്ന് പറയുന്ന KNM-കാർ ശിർക്കിലേക്ക് പോയില്ലേ എന്നാണ്. വാസ്തവത്തിൽ സംഭവിച്ചതാണ്. ഞങ്ങൾക്കെതിരെ ശിർക്ക് ആരോപിച്ചവർ യഥാർത്ഥത്തിൽ ശിർക്കിലേക്ക് പോവുകയാണ് ചെയ്തത്. നിങ്ങളല്ലേ ഇപ്പൊ ശിർക്കിലേക്ക് പോയത് എന്ന് അവർ തന്നെ ചോദ്യം ചോദിപ്പിച്ചു കൊണ്ടോട്ടിയിൽ. എന്നിട്ട് പറയാണ്, എന്ത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് ഭൗതികവും അഭൗതികവും പറയുന്നത്? ജിന്നുകൾ അഭൗതിക ജീവികളാണ്, അതുകൊണ്ട് എന്ത് ചോദിച്ചാലും ശിർക്കാണ് എന്ന ഇവരുടെ വാദം, ആ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് പലയിടത്തും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ചോദിക്കാണ്, ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാ പറഞ്ഞത്? വിചിന്തനത്തിൽ 2007 ഫെബ്രുവരിയിൽ കരുവമ്പൊയിൽ തന്നെ എഴുതി, മുജാഹിദുകളുടെ തൗഹീദ് പ്രതിസന്ധിയിലോ എന്ന ലേഖനത്തിൽ. അതിനെന്താ ഉള്ളത്? ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ വ്യവസ്ഥക്ക് അതീതമായ കഴിവുകൾ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യകാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും ബകതിരിയുമുള്ളവർ പറയുകയില്ല. അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണ്. കണ്ടോ? അപ്പൊ ജിന്നുകളുടെയും മലക്കുകളുടെയും പ്രവർത്തനങ്ങളുടെ കാര്യകാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അവരെ കുറിച്ച് അഭൗതികമെന്ന് പറഞ്ഞുകൂടാ. ജിന്നിന്റെ കഴിവ് അഭൗതികമാണ്, മലക്കിന്റെ കഴിവ് അഭൗതികമാണ് എന്ന് പറഞ്ഞുകൂടാ. അല്ലാഹുവല്ലാത്ത ആർക്കെങ്കിലും അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് വരും. ശിർക്ക് മഹാപാപവുമാണല്ലോ എന്നാണ് PK മൂസ മൗലവി അൽമനാറിന്റെ ദീർഘകാല എഡിറ്റർ, പുളിക്കൽ സ്വദേശി, ഖുർആൻ പരിഭാഷയിൽ അമാനി മൗലവിയോടൊപ്പം സഹകരിച്ചാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അഭൗതികമായ കഴിവ്, മക്ക ഇമാം കോഴിക്കോട് വന്ന് പ്രസംഗിച്ചത് അന്ന് അൽമനാർ റിപ്പോർട്ട് ചെയ്യുന്ന അല്ലാഹുവല്ലാത്തവർക്ക് അഭൗതിക കഴിവുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് തന്നെ തൗഹീദിന്റെ വിരുദ്ധമാണെന്നാണ് ഇത്ര കാലം നമ്മൾ പറഞ്ഞത്. ഇതാ മലക്കുകളെ പറ്റിയും ജിന്നുകളെ പറ്റിയൊക്കെ അവർ ഗൈബിയായ ശക്തികളാണ് എന്ന് പറയാറുണ്ട്. അതിനർത്ഥം എന്താ? അവരെ കുറിച്ചുള്ള അറിവ് നമുക്ക് അത് ഗൈബിയായ നിലക്ക് കിട്ടിയതാണ്, വഹയിലൂടെ കിട്ടിയതാണ്. നമ്മൾ ചിന്തിച്ചും പഠിച്ചും ഗവേഷണം ചെയ്തും കണ്ടെത്തിയതല്ല. ഖുർആനിൽ പറഞ്ഞു, ഹദീസിൽ പറഞ്ഞു, അത് അവർ അദൃശ്യ സൃഷ്ടികളാണ്, നമ്മുടെ കണ്ണിൽ കാണാത്തവരാണ്. ഈ അദൃശ്യം എന്നതിന് പകരമായി, ഗൈബ് എന്നതിന് പകരമായി ചിലപ്പോൾ അഭൗതികം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതിൽ കുഴപ്പമില്ല. ജിന്നും മലക്കും അഭൗതികമാണ് എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ചുള്ള അറിവ് അഭൗതികമാണ്, അവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന അഭൗതിക മാർഗത്തിലൂടെയാണ്. ആ അർത്ഥത്തിൽ പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷെ കഴിവുകളുടെ കാര്യം പറയുമ്പോ, സഹായത്തിന്റെ കാര്യം പറയുമ്പോ, തൗഹീദ് വിഭജിക്കുന്നിടത്ത്, പ്രാർത്ഥനയാകുന്നതും ആകാത്തതും വ്യക്തമാക്കുന്നിടത്ത് നമ്മൾ ഉപയോഗിച്ചൊരു അഭൗതികത ഉണ്ട്. അതെന്താ? അഭൗതികമായ മാർഗത്തിൽ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷം ഭയപ്പെട്ടുകൊണ്ടോ നടത്തുന്ന അപേക്ഷ, അതാണ് പ്രാർത്ഥന. അവിടെ അഭൗതികം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമ്മൾ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോ മുസ്ലിയാക്കന്മാര് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു. നിങ്ങൾ ഭാര്യയോട് പോയിട്ട് കഞ്ഞി തരുമെന്ന് ചോദിക്കാറില്ലേ? അത് പ്രാർത്ഥനയാണോ? ചെരുപ്പ് കുത്തിയോട് പോയി ചെരുപ്പ് നന്നാക്കി തന്നെ ചോദിക്കാറില്ലേ? അത് പ്രാർത്ഥനയാണോ? അപ്പൊ നമ്മൾ പറഞ്ഞു, ഭാര്യ ജീവനോട് തന്റെ മുമ്പിലുണ്ട്, ഹയ്യാണ്, ഹാളിറാണ്. ചോദിക്കുന്ന കാര്യമോ അവൾക്ക് ചെയ്തു തരാൻ കഴിയുന്ന കാര്യമാണ്, പടച്ചോന് മാത്രം കഴിയുന്ന കാര്യമല്ല. തിരി കഞ്ഞി തരൂന്നല്ലേ? അതുകൊണ്ട് അത് പ്രാർത്ഥനയല്ല. അപ്പൊ ഭാര്യ ഹയ്യാണ്, ജീവനോടെയുണ്ട്, ഹാളിറാണ്, മുമ്പിലുണ്ട്. ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കല്ല, പിന്നെ ഫോണൊന്നും ഇല്ലാതെ എടീത്തിരി കഞ്ഞിങ്ങെടുത്തോന്ന് പറയല്ല. കണ്ടോ? അപ്പൊ ഹയ്യും ഹാദിറും ഖാദിറുമാണ്. അതുകൊണ്ട് അത് പ്രാർത്ഥനയല്ല. ഇപ്പൊ പണ്ടെന്താ അറിയോ? 4 ഷർത്തൊത്താൽ ജിന്നിനോട് സഹായം ചോദിക്കാന്നാണ് ഇപ്പോ ചില ആളുകൾ പറയുന്നത്.
4 40 ഷർത്തോത്താലും ചോദിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഹയ്യും ഹാദറും ഖാദറും മുസ്ലിമും ആയ മദീന, അത് ഷർത്താണ്. ആര് പറഞ്ഞതൊക്കെ വെറുതെ പറയാണ് സുഹൃത്തുക്കളെ. എന്നാൽ ജിന്നുകളുടെ കാര്യത്തിൽ ജിന്നുകൾ എന്ത് പ്രവർത്തിച്ചാലും അതിനെപ്പറ്റി അഭൗതികം എന്ന് പറയാൻ പാടില്ല. നമ്മളെ കണ്ണുകൊണ്ട് കാണൂല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് മുജാഹിദുകൾ പഠിപ്പിച്ചത് എന്ന് അനസ് മുസ്ലിയാർ തന്നെ പറയുന്നത് കേട്ടോളൂ. നിനക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഗൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബ്, ആരെങ്കിലും ചപ്പ്ളാച്ചി ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാതിക്കണം എന്തിനാ? കേട്ടില്ലേ? ജിന്ന് എന്ത് ചെയ്താലും അതൊക്കെ ഭൗതികമാണ്, കണ്ണുകൊണ്ട് കാണൂല എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആരെങ്കിലും ചപ്പടാച്ചി, അമ്പലക്കടവിനോട് പറയാ, മടവൂരികൾ ചപ്പടാച്ചി ചപ്പ, നിങ്ങൾ എന്തിനാ ചപ്പാൻ പോണ്? കണ്ടോ? അപ്പൊ ജിന്ന് എന്ത് ചെയ്താലും അതൊക്കെ ഭൗതികമാണ്, നമ്മളെ കണ്ണോട് കാണൂല എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് മറഞ്ഞ വഴി, എന്താണ് തെളിഞ്ഞ വഴി? അനസ് മുസ്ലിയാർ തന്നെ പറയട്ടെ, കേട്ടോളൂ. ഇത് ഞാൻ 3 പുസ്തകങ്ങൾ മുജാഹിദുകളുടെ തെളിവായി ഉദ്ധരിച്ചു. മുജാഹിദുകളുടെ തെളിവായി ഉദ്ധരിച്ചു. 1 ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ഗൈബ് എന്ന് പറയുന്ന പുസ്തകം. 2 സലാം സുല്ലമി എഴുതിയ ബുഖാരിയുടെ പരിഭാഷ. 3 ചെറിയ മുണ്ടം ശബാബിൽ എഴുതിയ ചോദ്യോത്തരങ്ങളും ആ ചോദ്യോത്തരങ്ങൾ യുവത പുസ്തകമാക്കിയിട്ട് പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 78ാമത്തെ പേജിലുള്ള വാചകവും. ഇത് 3 ഞാൻ ഉദ്ധരിച്ചെന്തിനറിയോ? അമ്പലക്കട വയസ്സി പുതുതായി സമർത്ഥിക്കുന്നത് കണ്ടോ? ഇത്രയും കാലം മുജാഹിദുകൾ പറഞ്ഞത് മറഞ്ഞ വഴിക്ക് സഹായിക്കാൻ അള്ളാഹിനെ കഴിയുള്ളൂ, എന്നാൽ ഇപ്പോൾ ജിന്നുകൾ ഉപദ്രവിക്കുന്നു എന്നവർ പറയുന്നു, ജിന്നുകൾ പലരെയും സഹായിക്കുന്നു എന്നവർ പറയുന്നു. അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ജിന്നുകൾ സഹായിക്കുന്നില്ലേ? കാരണം ജിന്നിന്റെ സഹായം മറഞ്ഞ വഴിക്കല്ലേ? ജിന്നിന്റെ സഹായം മറഞ്ഞ വഴിക്കാണോ? അല്ല. മറഞ്ഞ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? മറഞ്ഞ വഴി അദൃശ്യമായത്, അഭൗതികമായത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് എന്നതുകൊണ്ട് മുജാഹിദുകൾ ഉദ്ദേശിച്ചത് പരിപൂർണമായും അള്ളാഹുവിന് മാത്രമുള്ളത് എന്ന അർത്ഥത്തിൽ. അതിനുള്ള തെളിവുകളാണ് ഞാൻ ഉദ്ധരിച്ചത്. മറഞ്ഞ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് എന്ന അർത്ഥത്തിൽ. ആ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സൃഷ്ടികൾക്ക് കഴിയുമെന്ന് വിശ്വസിച്ചത്, അഭൗതികമായി ഇവിടെയുള്ള സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത്, മറഞ്ഞ വഴിക്ക്, ആ നിലക്കുള്ള മറഞ്ഞ വഴിക്ക് സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ആരാ? സമസ്തക്കാരാ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മറഞ്ഞ വഴിക്ക് അള്ളാഹു അല്ലാത്തവർക്കും സഹായിക്കാൻ കഴിയും എന്ന് പറഞ്ഞത് ആരാ? സമസ്തക്കാരാണ്. അപ്പൊ അവിടെ ആരെത്തി? ഇവരെത്തി. മറഞ്ഞ വഴിക്ക് ജിന്ന് സഹായിക്കും, മറഞ്ഞ വഴിക്ക് മലക്ക് സഹായിക്കും. മറഞ്ഞ വഴി എന്നതുകൊണ്ട് മുജാഹിദുകൾ ഉദ്ദേശിച്ചത് എന്താ? കണ്ണ് കാണാത്തതെന്നല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളത് എന്നാണ്. അള്ളാഹ്ക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന സഹായം, അതിനാ മറഞ്ഞ വഴിക്കുള്ള സഹായം എന്ന് പറയാ. മറഞ്ഞ വഴിക്ക് സഹായിക്കാനോ മറഞ്ഞ വഴിക്ക് ഉപദ്രവിക്കാനോ ഒരു പടപ്പിനും കഴിയില്ല. അങ്ങനെ ആർക്കെങ്കിലും കഴിയുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്, പിന്നെ തേടണമെന്നില്ല. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറയുന്നത് കേട്ടോളൂ. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്, അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയൂല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, സാധാരണമല്ല, അസാധാരണമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല.
കണ്ടോ? അപ്പൊ ബദരീങ്ങൾക്കും മൊയ്യദ്ദീൻ ശൈഖിനും മരിച്ചുപോയ മഹാന്മാർക്കൊക്കെ അഭൗതികമായി സഹായിക്കാൻ, അഭൗതികമായി കാണാൻ, അഭൗതികമായി കേൾക്കാൻ കഴിയും എന്ന വിശ്വാസം. നമ്മൾ പണ്ടേ പറഞ്ഞ അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ സഹായിക്കാനോ ഉപദ്രവിക്കാനോ അള്ളാഹിന്റെ പടപ്പുകളിൽ ഒരാൾക്കും കഴിയില്ല, ഒരു ജിന്നിനും കഴിയില്ല, ഒരു മലക്കിനും കഴിയില്ല. ഇത്ര കാലം അത് പറഞ്ഞ് ഇപ്പൊ എന്താക്കി? ജിന്ന് അഭൗതികമാണ്. ജിന്നിന് അഭൗതികമാണ്. ജിന്നിനെ കുറിച്ചുള്ള അറിവ് അഭൗതികാണെന്ന് പറഞ്ഞാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അവരെ കുറിച്ചുള്ള അറിവ് ഗൈബിയാണ്. പക്ഷെ അവിടുന്ന് പോയി ജിന്നിന്റെ കഴിവ് അഭൗതികമാണ്, ജിന്നിനോട് എന്ത് ചോദിച്ചാലും അത് അഭൗതിക രീതിയിലുള്ള ചോദ്യമാണ്, അതുകൊണ്ട് അത് ശിർക്കാണ്. അബ്ദുറഹ്മാൻ സലഫി പറയുന്നത് കേട്ടോളൂ. ആ ജിന്നിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്. അതുകൊണ്ട് അദൃശ്യമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് അദൃശ്യമായ രീതിയിലുള്ള ചോദ്യമാണ്, അഭൗതികമായ രീതിയിലുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നതും ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ് എന്ന് പറയുന്നത്. ഇത് സംശയിക്കണ്ട, ന്യായീകരിക്കാൻ പോകണ്ട, സംശയിക്കണ്ട. ജിന്നിന്റെ കഴിവ് അഭൗതികമായ കഴിവാണ്. അതുകൊണ്ട് എന്ത് ചോദിച്ചാലും അത് അദൃശ്യ രീതിയിലുള്ള ചോദ്യമാണ്, അതുകൊണ്ട് അത് ശിർക്കാണ്. 3 വട്ടം പറഞ്ഞ് ലേലം പറഞ്ഞ് ഉറപ്പിക്കണമാതിരി ഉറപ്പിക്കാം. അപ്പം അവർക്കപ്പോൾ ശിർക്കിലേക്ക് പോയത് ഇത്ര കാലം പറഞ്ഞ തൗഹീദിൽ നിന്ന് ആരാപ്പ പോയത്? ആരാണ് ഇപ്പൊ ജിന്നുകൾക്ക് അഭൗതിക ശക്തി ഉണ്ട് എന്ന് പറഞ്ഞത്? മലക്കൾക്ക് അഭൗതിക, അങ്ങനെ വിശ്വസിച്ചാത്തന്നെ ശിർക്കാന്നല്ലേ PK മൂസമൗലി പഠിപ്പിച്ചത്? ഇതാണ് യഥാർത്ഥത്തിൽ വസ്തുത സുഹൃത്തുക്കളെ. എന്നിട്ട് ഇപ്പൊ പറഞ്ഞെന്താറിയോ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ ജിന്നുകൾക്ക് കഴിയും, മലക്കുകൾക്ക് കഴിയും. കാരണം എന്താ? ജിന്ന് കാര്യകാരണ ബന്ധത്തിന് പുറത്താണ്. അതല്ലേ നെല്ലിക്കുത്ത് പറഞ്ഞത്? മലക്കിന്റെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ്. അതുപോലെ തന്നെ ജിന്നിന്റെ കഴിവെന്ന് ഇപ്പൊ ഇവരും പറയാൻ തുടങ്ങി. നെല്ലിക്കുത്തിന്റെ വാദത്തിലെത്തി. ഹനീഫ ഇവിടെ വന്നിട്ട് കാര്യമായി സമർത്ഥിക്കാൻ ശ്രമിച്ച ഒരു വിഷയം അതായിരുന്നു. എന്താ പറഞ്ഞത്? ജിന്നും മനുഷ്യനും തമ്മിൽ ഒരു കാര്യകാരണ ബന്ധവും ഇല്ല. കേട്ടോളൂ ഹനീഫ പറയുന്നത്. അബ്ദുൽ ജബ്ബാർ മൗലവി ഇതിന് പറഞ്ഞ ന്യായങ്ങൾ എന്താണ്? ഒന്ന്, കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതല്ല. ജിന്നിനോടുള്ള അതല്ലെങ്കിൽ മലക്കിനോടുള്ള ഈ സഹായതേട്ടം കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതല്ല എന്നാണ്. എന്നാൽ ഇത് അപ്പുറത്തുള്ളതല്ലേ? ആണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്ത് കാര്യകാരണ ബന്ധമാണ് ജിന്നും മനുഷ്യനും തമ്മിലുള്ളത്? നാം പറയുന്നത് ജിന്നിന് എങ്ങനെ കേൾക്കാൻ കഴിയും? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളത് അള്ളാഹു മാത്രമെന്നാണ് 2007 ഫെബ്രുവരിയിലെ വിചിന്തനത്തിൽ ഞാൻ വായിച്ചത്. കേട്ടില്ലേ നിങ്ങള്? എല്ലാ കാര്യങ്ങളും ഈ ലോകത്ത് അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ വ്യവസ്ഥക്ക് അതീതമായ കഴിവുകൾ അള്ളാഹിന്റെ മാത്രം പ്രത്യേകതയാണ്. മലക്കിന്റെയും ജിന്നിന്റെയും കഴിവുകളുടെ കാര്യകാരണങ്ങൾ നമ്മൾക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതിനെക്കുറിച്ച് അഭൗതികമെന്ന് പറഞ്ഞുകൂടാ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്ന് പറഞ്ഞുകൂടാ. അപ്പൊ 2007 തൗഹീദ് മാറിയില്ലേ? പുതിയ തൗഹീദ് കൊണ്ടുവന്നില്ലേ? എന്നിട്ട് ഇപ്പൊ പറഞ്ഞെന്താന്നറിയോ? സക്കരിയ സലാഹിക്കോ ജബ്ബാർ മൗലവിക്കോ അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആർക്കെങ്കിലും സുഹൃത്തുക്കളെ മുഖാമുഖം നടത്താൻ കഴിയില്ല. ജിന്നിനോടുള്ള തേട്ടം അഭൗതികമാകാനുള്ള കാരണമായിട്ട് ഹനീഫ ഇവിടെ പറഞ്ഞെന്താന്നറിയോ? നമ്മളെ രക്ഷിക്കാനുള്ള ഒരു കാരണമായി ജിന്നിനെ നിശ്ചയിച്ചിട്ടില്ല. ശരി, അതുകൊണ്ട് തന്നെ ജിന്നിനോട് ചോദിക്കണ്ടെന്നും പറഞ്ഞത്. ജിന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞാൽ ശിർക്കാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ്. നമ്മളെ രക്ഷിക്കാനുള്ള ഒരു കാരണമായിട്ട് ജിന്നെ നിശ്ചയിച്ചിട്ടില്ല. പക്ഷെ ഒരാൾ തൊട്ടടുത്തുണ്ടെന്ന് വിചാരിച്ച് ഒരു ജിന്നിനോട് ഭൗതികമായ സഹായം ചോദിക്കാൻ പറ്റുമോ? പറ്റൂല. ശിർക്കിലേക്കുള്ള മാർഗമാണത്, ഹറാമാണ്. പക്ഷെ അതുകൊണ്ട് അയാൾ ശിർക്കിലെത്തി ഈ മില്ലത്തിൽ നിന്ന് പുറത്തു പോകുമോ, ഇസ്ലാം നിന്ന് പുറത്തു പോകുമെന്ന് പറയാൻ കഴിയില്ല. ഇതാണ് പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചത്. ഇപ്പൊ നമുക്ക് ദാഹം തീർക്കാൻ ഏത് പാനീയം കുടിച്ചാലും ദാഹം തീരും. പക്ഷേ കള്ള് കുടിച്ചാലോ? കള്ള് ദാഹം മാറാനുള്ള കാരണമായി അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. ശരി, അവിടെ കുടിക്കാൻ പാടില്ല. പക്ഷെ കള്ളു കുടിച്ചാൽ മുശ്രിക്കാവോ? കള്ളു കുടിച്ചാൽ മുശ്രിക്കാവോ? ശിർക്കാവോ? ആവൂല.
അതെന്താ? കള്ളിനെ സബബായി നിശ്ചയിച്ചിട്ടില്ല. അപ്പൊ ബിദ്അത്തൊക്കെ ശിർക്കാവും. കാരണം ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹും റസൂലും പഠിപ്പിക്കാത്തതും പിൽക്കാലത്ത് ഇതിൽ കടത്തിക്കൂട്ടപ്പെട്ടതുമാണ്. അപ്പൊ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇങ്ങനെ ഒരു പുണ്യകർമ്മം അള്ളാഹ് സബബായി നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരാൾ കൂട്ടപ്രാർത്ഥന നടത്തിയാൽ അതും ശിർക്ക്, മരിച്ചേർത്ത് ഖുർആൻ ഓതിയാൽ അതും ശിർക്ക്, ഒക്കെ ശിർക്കാവുപ്പഞ്ഞി. അവിടേക്കാ പോണത്. എവിടുന്ന് കിട്ടിയതായി പുത്തൻവാദം? ഞങ്ങൾക്ക് മുഖാമുഖം നടത്താൻ കഴിയില്ല എന്നാണ് അനസ് മുസ്യാരി പറയുന്നത്. കേട്ടോളൂ. അപ്പൊ ഇത് വലിയൊരു സലഫിയത്താണ്, വലിയ ഒരു പിന്നെ എന്തോ ഒരു സിദ്ധാന്തമാണെന്ന് വിചാരിക്കല. നേരെ മറിച്ച് ഈ വാദം ഒരുത്തന് തലയിൽ കയറിയാൽ പിന്നീട് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഖുറാഫിയുടെ മുന്നിൽ നട്ടല്ലോടെ എഴുന്നേറ്റ് നിൽക്കാനുള്ള താക്കത്തുണ്ടാവില്ല. അള്ളാഹു നിർത്തൂല എന്ന് മനസ്സിലാക്കി, അള്ളാഹ് നിർത്തൂല എന്ന് മനസ്സിലാക്കി. ഇല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം ഞങ്ങളെപ്പോലുള്ള ചെറിയ ഇളം പ്രായത്തിലുള്ള ഏറ്റവും താഴെ തലമുറയിൽ ആളുകൾ പറയാ, ഒരു 10 മുഖാമുഖം കേരളത്തിന്റെ മണ്ണിൽ ഇവർ നടത്തോ? ജബ്ബാർ മൗലവിയും അതുപോലെ തന്നെ ഈ സക്കരിയ സലാഹിയും ഒരു 10 മുഖാമുഖം കേരളത്തിന്റെ മണ്ണിൽ നടത്തുമെങ്കിൽ, ഇതുപോലെ നടത്തുമെങ്കിൽ ഞങ്ങൾ പറയുന്നു 11ാമത്തെ മുഖാമുഖത്തിൽ അവർ ഈ വാദം തെറ്റാന്ന് പറഞ്ഞേ പറ്റുള്ളൂ. നടത്താൻ കഴിയില്ല. ഇപ്പൊ എന്താ പറയുക, മുഖാമുഖം എന്ന് പറഞ്ഞാല് അതൊന്നും പറ്റില്ല എന്നാ. നിങ്ങൾ നോക്കിക്കോ, വാദം പോവാണ്, വാദപ്രതിവാദം അതൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. കണ്ടോ? ഞങ്ങൾക്ക് വാദപ്രതിവാദം നടത്താൻ കഴിയില്ല, മുഖാമുഖം നടത്താൻ കഴിയില്ല. മുസ്ലിയാര് 30-ലധികം മുഖാമുഖം ഇപ്പൊ നടത്തി കഴിഞ്ഞു. പഠിച്ചു വെച്ചോ. മാത്തറ, ഫറൂഖ്, കൊടുവള്ളി, തലശ്ശേരി, സൂപ്പർ ബസാർ, വേങ്ങര, ചുങ്കത്തറ, മലപ്പുറം, കക്കാട്, എടവണ്ണ, ഒതായി, ആലുവ, തിരുവനന്തപുരം, പയ്യന്നൂർ, കയ്പമംഗലം, കോട്ടക്കൽ, JDT ഇസ്ലാം, KMA കോഴിക്കോട്, മഞ്ചേരി, കൊല്ലം, മമ്പാട്, എറണാകുളം, അങ്ങാടിപ്പുറം, മണ്ണാർക്കാട്, പാലക്കാട്, വടകര, ഇന്ന് മംഗലാപുരത്ത് നടക്കുക, കുന്നുകര, പയ്യോളി, ചൊക്കിളി, കണ്ണൂർ ടൗൺ. എനിക്ക് തൽക്കാലം ഓർമ്മ വന്ന് എഴുതി വെച്ചതാ. 30-ലധികം തന്നെ ഉണ്ട്. എല്ലാത്തിന്റെയും കാസറ്റ് ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ ആൺകുട്ടികളാണ് നിങ്ങളെ മുഖാമുഖത്തിന്റെ കാസറ്റ് ഇറക്കാത്തത്. എന്നിട്ട് ഉളുപ്പില്ലാതെ പറയാ ഞങ്ങൾ വാദപ്രതിവാദം നടത്തി. 2 നടത്തിയില്ലപ്പോ. എന്താ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾക്ക് വാദപ്രതിവാദം നടത്താൻ കഴിയില്ല, മുഖാമുഖം നടത്താൻ കഴിയില്ല. അതൊക്കെ അബ്ദുറഹ്മാൻ സലഫി ജാക്കി വെച്ചതിന് പൊന്തി അങ്ങനെ ഉണ്ടാവും. ഒന്ന് സ്വന്തം മണ്ടോണ്ട് ചിന്തിക്കണം. അബ്ദുറഹ്മാൻ സലഫിന്റെ മണ്ടോണ്ട് ചിന്തിക്കരുത്. അവനവനൊരു തല വേണം. അവനവന്റെ തല ചകിരിച്ചോറല്ല. അബ്ദുറഹ്മാൻ സലഫിന്റെ തലകൊണ്ട് ചിന്തിച്ച് അങ്ങനെ ഉണ്ടാവും. അയാൾ പറഞ്ഞ പോയത്തം വിളിച്ചു പറയുന്ന പോയത്തക്കാരനായി മാറി അനസും അനീഫയും. അതാ അവിടെ സംഭവിച്ചത്. ഞങ്ങൾ എല്ലാത്തിന്റെയും കാസറ്റ് ഇറക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കോ, കൊണ്ടുപോയി കേട്ടോ, പഠിച്ചോ. സർവ ഖുറാഫിയും ചോദിക്കാൻ വരുന്നുണ്ട്, സർവ മടവൂരിയും ചോദിക്കാൻ വരുന്നുണ്ട്. എന്നിട്ട് എന്തേ ഞങ്ങൾ ഉത്തരം മുട്ടിയോ? ഞങ്ങൾ ഉത്തരം മുട്ടില്ല. ഞങ്ങളെ പൗരല്ല, ഈ ആദർശത്തിന്റെ പൗരാണ്. യാതൊരു പ്രശ്നമല്ല. ഞങ്ങൾ മുഖാമുഖം നടത്തിയിട്ടുണ്ട്. ഇനി സുഹൃത്തുക്കളെ, ഇപ്പൊ പറയുന്ന വേറൊരു വാദം എന്താണെന്നറിയോ? പുഴയെ കിടക്കുന്ന ആള് കരയിലുള്ള ജിന്നിനെ വിളിച്ച കുഴപ്പമില്ല എന്ന് സക്കരിയ സലാഹി പറഞ്ഞു എന്നാണ് അനസ് മുസ്യാരി പറയുന്നത്. കേട്ടോളൂ. ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിച്ചാൽ വളരെ വലിയ പ്രശ്നമാണ്. പുഴയിലെ കിടക്കുന്ന ആള് കരയിലെ ജിന്നെ വിളിച്ചാല് കുഴപ്പമില്ല. കോൺഗ്രസ്സുകാർ പരിഹരിക്കേണ്ട പ്രശ്നമാണ്. ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിച്ചാൽ വലിയ പ്രശ്നമാണ്. എന്നാൽ പുഴയെ കിടക്കുന്ന ആള് കരയിലെ ജിന്നെ വിളിച്ചാൽ കുഴപ്പമില്ല. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. എവിടെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്? പുഴയിൽ വീണാല് കരയിലെ ജിന്നിനെ വിളിച്ചാൽ കുഴപ്പമില്ലെന്ന് ഞങ്ങൾ പറഞ്ഞൊരു ക്ലിപ്പോ ഒരു വരി ലേഖനമോ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കോ? പച്ച കളവ് പറയാണ്. എന്താ സംഗതി എന്നറിയോ? ഞങ്ങൾ ഉമർ മൗലവിയുടെ തൗഹീദിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ബുസ്താനുൽ അറബി കോളേജിന്റെ അവിടെ പ്രസംഗം നടത്തി. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് വിശദീകരിച്ചപ്പോ പറഞ്ഞു, ഈ ഉമർ മൗലവി അദൃശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് കണ്ണിൽ കാണാത്തത് എന്നല്ല, കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതാണ്. ഉമർ മൗലവി എഴുതിയ ആലു ഇമ്രാന്റെ പരിഭാഷ, അതിൽ 2ാമത്തെ ആയത്തിന് അദ്ദേഹം കൊടുക്കുന്ന വ്യാഖ്യാനം കേട്ടോളൂ. കാര്യകാരണ ബന്ധങ്ങളുടെ ക്രമത്തിന് പുറമെയുള്ള മാർഗത്തിൽ അഥവാ അദൃശ്യമായ മാർഗത്തിൽ ഗുണം നൽകുവാനോ ദോഷം വരുത്തുവാനോ കഴിവുള്ള കാരണത്താൽ പ്രാർത്ഥിക്കുവാൻ തരപ്പെട്ടവനാണ് ആരാധ്യൻ. അപ്പൊ അദൃശ്യ മാർഗത്തിൽ എന്ന് പറഞ്ഞ എന്താർത്ഥം? കണ്ണ് കാണാത്തതെന്നല്ല, കാര്യകാരണ ബന്ധങ്ങളുടെ ക്രമത്തിന് പുറത്തുള്ളത് എന്നാണ്. അപ്പൊ പുഴയിൽ വീണ ഒരാള് കരയിൽ നിൽക്കുന്ന ജോസഫിനെ വിളിച്ചാൽ അത് ശിർക്കാവോ? ശിർക്കാവൂല. കാരണം ജോസഫിന് പടച്ചോൻ നൽകിയിട്ടുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് സഹായം ചോദിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നമില്ല. അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമല്ല. ആ കാര്യം ഞാൻ പറഞ്ഞപ്പോ ഒരാളുടെ ചോദ്യം എനിക്ക് ഓർമ്മ വന്നു.
ഒരാൾ ഇങ്ങനെ ഫോണിൽ വിളിച്ച് പലപ്പോഴും ചോദിക്കുന്ന ഇവരുടെ ചോദ്യമാണ്, അപ്പൊ കരയിലൊരു ജിന്നുണ്ടെങ്കിലോ? അപ്പൊ ഞാൻ പറഞ്ഞു, ജിന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റൂലല്ലോ. അല്ല, ഉണ്ടെങ്കിലോ, ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ സഹായിക്കട്ടെ എന്ന നിലക്ക് മനസ്സിൽ പ്രാർത്ഥനയൊന്നുമില്ല. എന്റെ കൈയൊന്ന് പിടിക്കട്ടെ, നീ എന്റെ ഒച്ച കേൾക്കുന്ന പരിധിയിൽ ഉണ്ടെങ്കിലോ എന്ന് ഞാൻ വിചാരിച്ചാലോ? ഞാൻ പറഞ്ഞു പാടില്ല, ശിർക്കിലേക്ക് പോകുന്ന വിളിയാണത്. കാരണം ജിന്ന് എന്ന് പറഞ്ഞാൽ കാഫിറും ഉണ്ടാവും, മുസ്ലിമും ഉണ്ടാവും, നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ചെറിയ സഹായം ചെയ്തിട്ട് നിങ്ങളെ ശിർക്കിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് പാടില്ല, ഹറാമാണ്. എന്നാൽ എന്റെ മനസ്സിൽ പ്രാർത്ഥന അല്ലെങ്കിൽ അത് ശിർക്കാവോ? ഞാൻ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന ശിർക്കാവൂല. ഇത് പറഞ്ഞതിന്റെ പേരിലാണ് എന്നെ കുറിച്ച് ഇത് വിശദീകരിക്കുന്നത്. എന്നാ കേട്ടോളൂ, ഇപ്പൊ കടന്നു വന്നൊരു ചാരൻ ഈ 2010 വരെയും മടവൂരിയായിട്ട് മടവൂരിസത്തിന്റെ അതേ ആദർശം ഇവിടെ ഒന്ന് പറയാണ്. ആര്? നാസർ സുല്ലമി എടത്തനാട്ടുകര. അയാൾ എന്റെ ക്ലിപ്പിട്ട് പറയുന്നത് കേട്ടോളൂ. അദ്ദേഹം നടത്തിയ 2 തട്ടിപ്പ്. ഒന്നാമത്തെ തട്ടിപ്പാണേത്? അഖ്സാ ഗായത്തിൽ വൽ ഖുദൂഇ എന്ന് പറഞ്ഞിട്ടുള്ള തട്ടിപ്പ്. ആ തട്ടിപ്പ് ഇനി ജനങ്ങളെ മുമ്പ് കിടക്കണ്ട. അത് മനുഷ്യന്റെ മുമ്പിൽ വരുന്നതാ, അത് ഉണ്ടാവണതാ. എപ്പോഴാ ഉണ്ടാവണത്? എല്ലാ ബന്ധവും കഴിഞ്ഞു, ഒരു കാര്യകാരണ ബന്ധവും നമ്മുടെ മുമ്പിലില്ല. നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു മാർഗമില്ല. അങ്ങനത്തെ ഒരു മാർഗം അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വരുമ്പോഴാണ് ആ ഒരു അഖ്സാ ഗായത്തിൽ ഖുദൂഇ വ തദല്ലുൽ എന്ന ചിന്ത വരുന്നത്. ആ ചിന്തയാണ് ശബരിമലയിൽ പോകുന്ന ഒരു ഹൈന്ദവ സഹോദരന്, ക്രൈസ്തവൻ സഹോദരന്, ബദരീങ്ങളെ വിളിക്കുന്ന, മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുന്ന മുസ്ലിമിനെ ജിന്നിനെ വിളിക്കുന്ന ഒരു ജിന്നൂരിക്കുള്ളത്. അങ്ങനെ വരുമ്പോൾ അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ഭൗതികമായ കാര്യകാരണ ബന്ധമല്ല, അഭൗതികമായ കാര്യകാരണ ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അത് ശിർക്കുമാണ്. ശ്രദ്ധിച്ചോളി. കരക്ക് നിൽക്കുന്ന ജോസഫിനോട് ചോദിച്ചാൽ അഖ്സാ ഗായത്തിൽ ഖുദൂഉ വ തദല്ലുൽ വരൂല. അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ? ജിന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞു. അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ? ജിന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞു. അപ്പൊ ജിന്നുണ്ടാകും വിളിച്ചോളിന്നല്ല, ജിന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് വിളിക്കാൻ പറ്റൂല. ഇനി ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്നു ഉണ്ടെങ്കിൽ എന്നെ കരക്കേറ്റ് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ, ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്നു ഉണ്ടെങ്കിൽ എന്നെ കരക്കേറ്റ് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് പാടില്ലാത്ത ഹറാമായ വിളിയാണത്. ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. ശ്രദ്ധിച്ചോളി കേട്ടോ. ആ വിളി എന്താണ്? ആ വിളി എന്താ? ഹറാമുമാണ്, ശിർക്കിലേക്ക് പോകുന്ന, അത് വസീലത്ത് ശിർക്കുമാണ്. പക്ഷെ വിളി കൊണ്ടാൽ ഇസ്ലാമിന്ന് പുറത്തു പോകൂല. പക്ഷെ വിളി കൊണ്ടാൽ ഇസ്ലാമിന്ന് പുറത്തു പോകൂല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഹറാമ് ചെയ്തു, വസീലയിൽ ശിർക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ്. അയാൾ എന്ത് ചെയ്തില്ല? ശിർക്ക് ചെയ്തില്ല. ശിർക്ക് ചെയ്തില്ല, മറിച്ച് അയാൾ ഹറാമ് ചെയ്തു, വസീലത്ത് ശിർക്ക് ചെയ്തു. എന്നാൽ ഇസ്ലാമിന്ന് പുറത്തു പോണ ശിർക്ക് ചെയ്തില്ല. കണ്ടോ? ആ വിളി കൊണ്ട് അയാൾ ഇസ്ലാമിന്ന് പുറത്തു പോകൂല. ആ വിളി ഹറാമാണ്, വസീലത്ത് ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. പോരെ, ശിർക്കിലേക്ക് പോകുന്ന വിളി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മുസ്ലിം ആ ഭാഗത്ത് പോകുമോ? ഹറാം എന്ന് പറഞ്ഞാൽ നരകത്ത് പോകുന്ന കാര്യല്ലേ. ശിർക്കിന്റെ ഹുക്കം എന്താ? ഹറാമാണ്. അതുകൊണ്ട് തന്നെ വസീലത്ത് ശിർക്കിന്റെ ഹുക്കം ഹറാമാണ്. ഇവിടെ സലഫി ഞങ്ങൾക്ക് ഉസൂൽ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഹുക്കുമുൽ വസീലത്തി ഹുക്കും ഹോയത്തിഹോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അതന്നെ ശിർക്കിന്റെ ഹുക്കും എന്താ? ഹറാം. അതുകൊണ്ട് വസീലത്ത് ശിർക്കിന്റെ ഹുക്കും ഹറാം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹറാം എന്ന് ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾക്ക് ഉസൂലൊന്നും പഠിപ്പിക്കാൻ അത്രമാ സലഫി വളർന്നിട്ടില്ല. ആകുമ്പോ ഞങ്ങൾ പറയും. ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം മാറ്റിമറിച്ചിട്ട് പുതിയ തൗഹീദ് കൊണ്ടുവന്ന് നാണം കെടുത്തി എതിരാളികൾക്കിടയിൽ ഈ പ്രസ്ഥാനത്തെ മോശാക്കിയിട്ട് ഇപ്പൊ പറയാം. സുഹൃത്തുക്കളെ, അങ്ങനെ എന്ത് ചോദിച്ചാലും, ജിന്നിനോട് എന്ത് ചോദിച്ചാലും ശിർക്കാണ് എന്നൊരു അരവരി തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കോ എന്ന് ഞങ്ങൾ വെല്ലുവിളിച്ച്. അതുകൊണ്ടാണ്. നേരെ മറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശിർക്ക് അങ്ങനെ മസിൽ പിടിച്ച് പറയാനൊന്നും പറ്റൂല. അനസ് മുസ്ലിയാർ തന്നെ പറയുന്നത് കേട്ടോളൂ. സഹായം തേടിയാൽ ശിർക്കാകില്ലേ എന്നാണ് ചോദിച്ചത്. ശിർക്കാകുമോ അല്ലേ? അതല്ല ഇനി ശിർക്കാവാത്ത വല്ല സഹായം തേട്ടവും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. പിന്നെ നിങ്ങൾ പറഞ്ഞു ജിന്നിനെ കണ്ടാൽ സഹായം ചോദിക്കാന്ന്. കാണുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അതിന് ഇല്ലാത്ത കാര്യം എന്തിനാ പറയുന്നത്? കാണാത്ത നിലയിൽ സഹായം ചോദിച്ചാൽ ശിർക്കാകാത്ത വല്ലതുമുണ്ടോ? അതാണ് ചോദ്യം. അതല്ലാതെ ഞാൻ മടഗ്രൂപ്പൊന്നുമല്ല, ഞാൻ അനുഭാവിയാണ്. പക്ഷേ അതിന് എനിക്ക് ഖുർആനും സുന്നത്തും അനുസരിച്ച് മറുപടി പറയുക. ഞാൻ ഇത്രയൊക്കെ ഓതിയത് വെറുതെയാ? ഇനി വേറെ വല്ല ഖുർആൻ ഉണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. അവർ ഷിയാക്കക്ക് ഖുർആൻ എടുത്ത 14,000 ആയത്തിന് പറഞ്ഞത്. ആ ആയത്തിൽ നിന്ന് ഖുർആൻ ഓതാൻ എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത് എന്താ? ജിന്നുകളോട് സഹായം തേടാനല്ല. ഇനി
സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളോട് സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, അതൊരു മറ്റൊരു ഹദീസ്, ആ ഖുർആൻ തന്നെയാണത്, അതും ഖുർആൻ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ജിന്നുകളുമായി സുലൈമാൻ നബി സംസാരിച്ചു. അത് ശിർക്കാണ് എന്ന് ഞാൻ പറയില്ല, ലോകത്താരും പറയില്ല, അതറിയുന്നവരാരും പറയില്ല. അപ്പോൾ ജിന്നുകളോട് ഏതെങ്കിലും നിനക്ക് സഹായം തേടിയാൽ ശിർക്കാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റയടിക്ക് ശിർക്കാണ്, ബലം പിടിച്ച് മസിൽ പിടിച്ചൊക്കെ പറയാൻ എളുപ്പമാണ്. അപ്പോൾ അതിങ്ങനെ പറയുമ്പോൾ അതിനപ്പുറത്ത് നിങ്ങൾ മറ്റേ വാദമായിട്ട് വരും. അപ്പോൾ ഞാൻ അത് പരിഗണിക്കണം, ഇസ്ലാമിൻ്റെ ഒരു ഹുക്കുമ് ഞാൻ നോക്കണം. അപ്പോൾ അതിനൊക്കെ കണക്ക് കൂട്ടിയാണ് ഞാൻ മറുപടി പറയുക. ഇനി എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, അതിനനുസരിച്ച് ഉത്തരം കിട്ടണമെന്ന് വിചാരിച്ചൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന രൂപം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായും ആ വഴിക്ക് ഞങ്ങൾ പോകൂല, ആ വഴിക്ക് ഞങ്ങൾ വിശദീകരിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേർക്ക് നേരെ കാര്യം പറഞ്ഞു തരിക, മനസ്സിലാക്കാനുള്ള ബുദ്ധി തന്നു, ചിന്തിക്കാനുള്ള ബുദ്ധി തന്നു, ആ ബുദ്ധി അനുസരിച്ച് കൊണ്ട് സ്വീകരിക്കാവുന്നതാണ്. നേർക്ക് നേരെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്ന്, ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ആ ജിന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഒരു സൃഷ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെടാൻ നമ്മളോട് പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു കാര്യം അതുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാനും പറഞ്ഞില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനോട് ചോദിക്കാൻ പറഞ്ഞില്ല. ഇനി അതല്ല, മനുഷ്യന്റെ പ്രയാസമുണ്ടാകുന്ന പ്രാർത്ഥനയുടെ ഘട്ടമാണെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ശൈത്താന്മാരോട് ഇസ്തിആദത്ത് നടത്തിയവരുണ്ട്, പിശാചുക്കളിൽ തവക്കുലാക്കിയവരുണ്ട്, ഖുർആൻ അതിനെ വിമർശിച്ചിട്ടുണ്ട്, അവരോട് പ്രാർത്ഥിച്ചവരുണ്ട്. അത് ശിർക്കാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് അവരോട് പ്രാർത്ഥിക്കുവാനോ തേടുവാനോ ഒന്നും പാടില്ല. അതേ നിലക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്ന് നേർക്ക് നേരെ വന്നു, അല്ലെങ്കിൽ അയാൾക്ക് മുന്നിൽ ജിന്ന് കീഴ്പ്പെടുത്തപ്പെട്ട അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനപ്രകാരം, എങ്കിൽ അയാൾക്ക് ആ ജിന്നുമായി സംസാരിക്കുകയോ ജിന്നിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയോ ചെയ്താൽ അത് ശിർക്കാണെന്നോ കുഫ്റാണെന്നോ പറയുക സാധ്യമല്ല. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്നത് ജിന്ന് കേട്ടോളും എന്ന് വിശ്വസിച്ചാലും അതും ശിർക്കാവുകയില്ല. ഒരാൾ സംസാരിക്കുന്നത് മലക്ക് കേട്ടോളും എന്ന് വിചാരിച്ചാലും ശിർക്കാവുകയില്ല. ഇതിനൊക്കെ ഖുർആനിലും ഹദീസിലും ഒക്കെ ഒരുപാട് തെളിവുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, നീ താഴ്വരകളെ ആട്ടിൻപറ്റങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതാക്കുന്ന ഫിൽ ഗനമി വൽ ബാദിയ, വല്ല താഴ്വരയിലോ അതുപോലെ തന്നെ ആട്ടിൻകൂട്ടങ്ങളോടൊപ്പമോ ആയി കഴിഞ്ഞാൽ ഫഅദ്ദൻത ഫിസ്സലാ, നമസ്കാരത്തിന് വേണ്ടി സമയമായാൽ ഫർഫഅ സൗതക, നിന്റെ ശബ്ദം നീ ഉയർത്ത്. കാരണം നീ ബാങ്ക് കൊടുത്താൽ നിന്റെ ശബ്ദം ജിന്നുകൾ കേൾക്കും, മലക്കുകൾ കേൾക്കും, മറ്റുള്ളത് കേൾക്കുന്നവരൊക്കെ കേൾക്കും. അങ്ങനെ കേട്ടാൽ അവർ സാക്ഷി നിൽക്കും എന്നൊക്കെ ഹദീസിലുണ്ട്. അവൻ മനുഷ്യന്മാർ സംസാരിക്കുന്ന മറ്റുള്ളവർ കേൾക്കും. അങ്ങനെ കേട്ടു എന്ന് വിശ്വസിച്ചാലോ അവർ കേൾക്കുമെന്ന് പറഞ്ഞാലോ അതൊന്നും ശിർക്കാവുകയില്ല. നേരെ മറിച്ച് നമ്മളോടല്ല പറഞ്ഞത് ജിന്നുകളോട് സഹായം തേടാനല്ല, നേരെ മറിച്ച് മനുഷ്യർ പരസ്പരം സഹായം തേടാം. പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. ജിന്നിനോട് സഹായം ചോദിക്കണ്ട, മസിൽ പിടിച്ച് വരുമ്പോൾ ശിർക്കാണ് പറയാൻ എളുപ്പമാണ്. പക്ഷെ ഇസ്ലാമിന്റെ ഹുക്കുമ ഞാൻ നോക്കണം. നിങ്ങൾ മറ്റേ വാദിട്ടു, അത് ഞാൻ പഠിക്കണം. ഇപ്പൊ പിന്നെ ഒന്നും നോക്കണ്ട, മേപ്പറല്ലോ അല്ല തീപ്പരി പേടി. ഇപ്പൊ എന്ത് ഇസ്ലാം? ഇപ്പൊ അബ്ദുറഹ്മാൻ സലഫി എന്താ പറയുന്നു? തത്തമ്മേ പൂച്ച പൂച്ച, അങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കുക. നൂർഷ എന്താ പറയുന്നു? തത്തമ്മേ പൂച്ച പൂച്ച. ഇതും പറഞ്ഞ് നടക്കലല്ലേ ഇപ്പൊ പണി. അപ്പൊ ബലം പിടിച്ച് മസിൽ പിടിച്ച് ശിർക്ക്, എന്ത് ചോദിച്ചാലും ശിർക്ക് എന്ന് പറയുന്ന ഏർപ്പാട് മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. അത് ഇപ്പൊ ചില ആളുകൾ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പുഴയെ കിടക്കുന്ന ആള് കരയിലുള്ള ജിന്നിനെ വിളിക്കാം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവർ പ്രചരിപ്പിക്കുന്ന എന്താ അറിയോ? ജിന്ന് ഭൗതിക ജീവിയാണ്, അതുകൊണ്ട് എന്ത് ചോദിച്ചാലും കുഴപ്പമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. എവിടെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികമായ ജിന്ന് എന്ന് ഫൈസൽ മുസ്യാർ കോഴിച്ചന സംവാദത്തിൽ എഴുതിയില്ലേ? ആ എഴുതി. അങ്ങനെ തന്നെയാണ്, ഗൈബിയാണ്, അതിൽ യാതൊരു സംശയമല്ല. അവരെ കുറിച്ച് അറിവ് അഭൗതികമാണ്. അദൃശ്യം എന്ന അർത്ഥത്തിൽ അഭൗതികമെന്ന് ഉപയോഗിക്കാം, ഒരു പ്രശ്നമല്ല. സംവാദത്തിൽ ആ ക്ലിപ്പ് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാകും. പക്ഷേ ജിന്ന് എന്ത് ചെയ്താലും അതൊക്കെ അഭൗതികമാണ്, ജിന്നിനോട് എന്ത് ചോദിച്ചാലും അത് അഭൗതികമാണ് എന്നിടത്തേക്ക് ഇവർ കൊണ്ടുപോയി. ഇപ്പോ ഈ അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ്. ആ ഗ്രൂപ്പ് മീറ്റിംഗിൽ അബ്ദുറഹ്മാൻ സലഫി പറയുന്നുണ്ട്, ശിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമാണത്. ശിർക്ക് എന്ന് പറയാൻ പറ്റൂല, വസീലത്ത് ശിർക്കിനെ പറയാൻ പറ്റുള്ളൂ. കേട്ടോളൂ. ജിന്നിനോട് സഹായം തേടുക എന്നുള്ളത് അവനല്ല. ഇത് സൂക്ഷ്മമായിട്ട് ഞാൻ പറയുന്നത്, ഒരു ജിന്നിന്റെ കഴിവുപെട്ട ഒരു കാര്യം ജിന്ന് ചെയ്യുന്നതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അവിടേക്ക് ഇങ്ങനെ പോയി എന്നിട്ട് ആ കഴിവിൽപ്പെട്ട കാര്യം ജിന്ന് ചെയ്യാണെങ്കിലോ എന്നിങ്ങനെ പറഞ്ഞു പോയി അതിന്റെ വാചകങ്ങൾ ഓരോന്നോടും എടുത്തു നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒരു പിടിച്ചിരിക്കാൻ പറ്റുന്ന നിലക്ക് ഓനെ എഴുതിയതിൽ കാണാം. അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്തടത്തേക്ക് നമ്മൾ പോകണ്ട. ഞാൻ ആ ലേഖനങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ കഴിവ്, ജിന്നിന്റെ കഴിവ്, ഒരാനക്ക് ആണിന്റെ കഴിവ്. ആനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആണിന്റെ കഴിവിന്, മനുഷ്യന്റെ കഴിവിനല്ല. പക്ഷെ ഇന്നും ആന തമ്മിലുള്ള വ്യത്യാസം. ആനെ നമ്മൾ കാണും,
മലപ്പണിക്ക് ആന പറ്റും. അതുകൊണ്ട് ആന ഉപയോഗിച്ചിട്ട് നമ്മൾ മലപ്പണിക്കുന്നുണ്ട്. ജിന്നിനെ നമ്മൾ കാണൂല. കാണാത്ത ഈ സാധനത്തിന്റെ കഴിവും പറഞ്ഞുകൊണ്ട് ആ കഴിവിൽപ്പെട്ട ആര് ഇത്ര വലിയ ബുദ്ധിമുട്ട് പോകാറില്ല. എന്നാലോ അതിനപ്പുറം ഈ സഹായം ചോദിക്കലിലോട്ട് ചെന്നെത്തിക്കുന്നത് അവസാനം ശിർക്കിലാണ്. അത് ചെന്നെത്തുന്നത് അവസാനം ശിർക്കിലേക്കാണ്. അതാണ് വസീലത്ത് ശിർക്ക്. ഇപ്പൊ ശിർക്കായിട്ടില്ല, ചെന്നെത്തുന്നത് അവസാനം ശിർക്കിലേക്കാണ്. അതന്നെ വസീലത്ത് ശിർക്ക്. ബാക്കി കേട്ടോ. ഒരു അതിനപ്പുറം ഈ സഹായം ചോദിക്കലിലോട്ട് ചെന്നെത്തിക്കുന്നത് അവസാനം ശിർക്കിലാണ്. ഒരു മുവഹിദായ ഒരാൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വെക്കുമ്പോ ആ വാചകത്തിൽ നമുക്ക് പിടിച്ച് ശിർക്കാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും. ഒരാൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വെക്കുമ്പോ ആ വാചകത്തിൽ നമുക്ക് പിടിച്ച് ശിർക്കാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ഘടന പ്രശ്നത്തിന്റെ ഫീൽഡിൽ തന്നെ നിൽക്കുന്ന സക്കരിയാന്റെ വാക്കുകൾ ഒരു വാചകത്തിന്റെ ഇടയിൽ വെച്ചിട്ട് പറയുന്ന പോലെയല്ല ലേഖനം മുഴുവൻ വായിക്കാനുണ്ടാകുക. ഒരു മുവഹിദായ ആൾ അങ്ങനെ ചെയ്യുമ്പോ അത് പറഞ്ഞ് ശിർക്കാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. കണ്ടോ, ഇതന്നെ നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണത്. മുവഹിദായ മനുഷ്യന്മാര് ജിന്നിനോട് ചോദിച്ച് ശിർക്കിലേക്ക് പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഇപ്പോൾ സ്ഥാപിക്കാൻ ശ്രമിക്കാണ്. അപ്പൊ വസീലത്തു ശിർക്ക് അബ്ദുറഹ്മാൻ സലഫി സമ്മതിച്ച കാര്യമാണ്. സംഗതി അത് വസീലത്തു ശിർക്ക് തന്നെയാണ്. പക്ഷെ പറഞ്ഞ് ശരിയാക്കാൻ നമുക്ക് കഴിയൂല. പറഞ്ഞങ്ങനെ അല്ല, വസീലത്തു ശിർക്ക് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കൂല. അതുകൊണ്ട് മുവഹിദായ ഒരാള് അങ്ങനെ ചെയ്താൽ തന്നെ അത് ശിർക്കാണെന്നങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. വ്യക്തമായി മൂപ്പര് അനുയായികളോട് പറഞ്ഞതാ. ഇതാണ് വാസ്തവത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. പിന്നെ സക്കരിയ സലാഹി പറഞ്ഞിരിക്കുന്നു, ജിന്നിൽ നമുക്ക് സുഹൃത്തുണ്ടാകും, ആ സുഹൃത്തിനെ കുറിച്ച് മീൻ പിടിക്കാൻ പോകാൻ. എന്താണ് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ജിന്ന് സുഹൃത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞ അനസ് മുസ്ലിയാരോട് അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചതാണ്. മൂപ്പര് പറഞ്ഞു, ഒരു ജിന്ന് ഇവിടെ വന്നു, ഏതെങ്കിലും കോലത്തിൽ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ജിന്നെ സുഖാണോ, എന്തൊക്കെയാ വിശേഷം, തോളിലൊക്കെ കൈയിട്ട് അങ്ങനെ സുഹൃത്തായി കൂട്ടിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾ മീൻ പിടിക്കാൻ പോകുമ്പോ കൂടെ കൊണ്ടേക്കൂടെ? അങ്ങനെ വീടിയും വലിച്ച് വർത്താനം പറഞ്ഞ് അനസും മനസ്സിന്റെ ജിന്ന് സുഹൃത്തും ഇങ്ങനെ ചൂണ്ടയിട്ടിരിക്കുകയാണ്. അനസ് മുസ്ലിയാരെ ചൂണ്ടുമ്പോ മീൻ കൊത്തി, പെട്ടെന്ന് വലിച്ചപ്പോ എപ്പോഴും നട്ടങ്ങ് വീണ്, ആടെ ജിന്നൊന്ന് പിടിക്കടാ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാവോ? വിശേഷം ചോദിച്ചാൽ ശിർക്കാവൂലെങ്കിൽ പിന്നെ എന്താ കൈപിടിക്കണമെന്ന് പറഞ്ഞാൽ ശിർക്കാവോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ച ചോദ്യം ഇപ്പൊ എന്റെ നേരിടുകയാണ്. കേട്ടോളൂ, അനസ് മുസ്ലിയാർ ജിന്ന് സുഹൃത്തുണ്ട് എന്ന് പറയുന്നത് കാണാം. അതുപോലെ വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ജിന്ന് ഇവിടെ വരികയാണ്. ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു, എനിക്ക് അയാളെ കാണാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം, എന്താ ജിന്ന സുഖാണോ, എവിടുന്നാ വരുന്നത്, എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് ശിർക്കാവുകയുമില്ല. കണ്ടോ, എന്താ ജിന്നെ സുഖാണോ, എവിടുന്നാ വരുന്നത്, ജാമിയ സലഫി പോകലുണ്ടോ, മുഹമ്മദ് അലി മദനെ കാണലുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എന്തല്ല, അത് ശിർക്കല്ല, അത് അഭൗതികല്ല. അങ്ങനെ വിശേഷം പറഞ്ഞ് തോളി പിടിച്ച് കൂട്ടിക്കൊണ്ട് നടക്കണി മീൻ പിടിക്കാനും കൊണ്ടേക്കൂടെ? അപ്പടാ ജിന്നൊന്ന് കൈ പിടിക്കണമെന്ന് വീഴുമ്പോ പറഞ്ഞ വിശേഷം ചോദിച്ചാൽ ശിർക്കാവുകയില്ലെങ്കിൽ ഇതും ശിർക്കാവൂല. അപ്പൊ ആരാ ജിന്ന് സുഹൃത്തുണ്ടാവുന്ന ഞാനാ? ഇതൊക്കെ ഞങ്ങളെ പേരിലാ പ്രചാരം, എല്ലാം ഈ മുസ്ലിയാർ പറഞ്ഞു വെച്ചതാ. ഇനി സുഹൃത്തുക്കളെ, ഇവിടെ ഇപ്പോ ഹനീഫ കായക്കൊടി വന്നിട്ട് കാര്യമായി ശ്രമിച്ചത് എന്താ അറിയോ? ഇപ്പോൾ റുഖിയ ശർഇയ്യ എന്ന പേരിൽ മന്ത്രവാദത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഖുറാഫികളുടെ മന്ത്രവാദത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നെ കുറിച്ചൊരു കളവ്, ഞാൻ താമസിക്കുന്ന കടവത്തൂരിനടുത്ത് അലി എന്ന് പറഞ്ഞ ഒരുത്തൻ ഹനീഫാന്റെ വീട്ടിൽ വന്ന് പറഞ്ഞത്രേ, സക്കരിയ സലാഹിയുടെ കുട്ടിക്ക് അപസ്മാരമുണ്ടായിട്ട് സ്കൂളിൽ ബോധം കെട്ട് കിടന്നിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോയി എന്റെ കാറിൽ കുട്ടിയെടുത്ത് കൊണ്ടുപോന്നപ്പോ നമുക്ക് ഇബ്രാഹിം ബാക്കവിന്റെ അടുത്ത് കൊണ്ടുപോയാലോ എന്ന് ചോദിച്ചു. ആരാ ഇബ്രാഹിം ബാക്കവി? ആൾ ഇന്ത്യ തെൽസമാത്ത് അസോസിയേഷന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ്. നോക്കിങ്ങൾ സക്കരിയ സലാഹി എവിടെ എത്തി? പച്ച കള്ളം ഇവിടെ ഒന്ന് പറഞ്ഞതാ. എന്റെ കുട്ടിക്ക് അപസ്മാരം ഉണ്ടായിട്ടില്ല, ജിന്നുബാധ ഉണ്ടായിട്ടില്ല, മനസ്സിലായില്ലേ? ഒരു ദിവസം കുട്ടി തല ചുറ്റി ഛർദിച്ചു. അപ്പോൾ ഓഫീസിന് വിളിച്ചു, കുട്ടി ഓഫീസിലുണ്ട്, നിങ്ങൾ വരണം. അപ്പൊ ഞാനും എന്റെ ഭാര്യയും പോയി. അപ്പൊ അന്ന് സഹായത്തിന് കിട്ടിയത് ഇവനെയാണ്. ഇവനെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ നേരെ തലശ്ശേരി കൊണ്ടുപോയി. അന്ന് ട്രിപ്പോ മറ്റോ കൊടുത്ത് ഡോക്ടർ റഷീദിനെ കാണിച്ച് വൈകുന്നേരത്ത് തിരിച്ചുകൊണ്ടിരും ചെയ്തു.
അതാണ് ഇബ്രാഹിം ബാഖവിന്റെ അടുത്ത് കൊണ്ടാ ഞാൻ പറഞ്ഞു, പച്ച കള്ളം പറയാണ്, നുണ പറയാൻ ഒരു മടിയില്ലാത്ത ഒരു വർഗമായി ഇവർ മാറിയിരിക്കാണ്. ഈ കാലിങ്കയിലൊക്കെ പ്രസംഗത്തിൽ പറയുന്നതിലേക്ക് അനീഫ മുസ്ലിയാർ അതപ്പതിച്ചല്ലോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉണ്ടായിട്ടല്ല, അങ്ങനെ ഉണ്ടാകുമോ സുഹൃത്തുക്കളെ? ഒരു അസ്മാഇ തൽസമാത്തിന്റെ അടുത്തേക്ക് ഞാൻ പോവുകയെ എന്റെ കുട്ടി എന്നിട്ട് നെറ്റിലൊക്കെ പ്രചരിപ്പിക്കാണ്. ഒരുത്തൻ പറഞ്ഞ നുണ അത് നെറ്റിലിട്ടിട്ട് പ്രചരിപ്പിക്കുക, അത് പ്രസംഗത്തിൽ പറഞ്ഞ് സീഡിയാക്കി വിടുക. ഞാൻ അനിയെ വിളിച്ചൊക്കെ ഗൾഫ് പോയിരിക്കാത്രേ, സൗദിയില്. ഞാൻ ഇന്നലെ കേട്ടോ, ഇന്ന് രാവിലെ വിളിച്ചു നോക്കി, കിട്ടുന്നില്ല. 2 ദിവസം മുമ്പ് പോയത്രേ. ഈ രൂപത്തിൽ നുണ പ്രചരിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ ആരും ഇവിടെ മന്ത്രവാദത്തിലേക്ക് പോകുന്നില്ല. ശറഇൽ അനുവദിക്കപ്പെട്ട മന്ത്രം 1960കളിൽ നമ്മൾ ഇറക്കിയ നമ്മുടെ ഖുർആൻ പരിഭാഷയിലുണ്ട്. റസൂലുള്ള പറഞ്ഞതല്ലേ, ആലി ജിഹാബി കിതാബില്ല, അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് നീ ഇവളെ ചികിത്സിക്കുക. സ്വന്തം ഭാര്യ ഹഫ്സാ ബീവിയുടെ അടുത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോ നബി അവരോട് പറഞ്ഞു, നീ ഇവൾക്ക് എഴുത്തു പഠിപ്പിച്ചതുപോലെ എന്റെ ഭാര്യയ്ക്ക് നംലയുടെ മന്ത്രം, ശരീരത്തിലുണ്ടാകുന്ന കുരുക്കൾ, ആ കുരുക്കൾക്കുള്ള മന്ത്രം പഠിപ്പിച്ചു കൊടുക്കണം എന്ന്. അപ്പൊ മന്ത്രമുണ്ട്, ശറഈയായ മന്ത്രങ്ങളുണ്ട്. റുഖ്യ എന്നാണ് അതിന് പറയുക. എന്നിട്ട് അനീഫ് കായക്കൊടി പറയാണ്, തൗഹീദും സമ്പത്തും അഭിമാനവും നഷ്ടപ്പെടുകയാണ്. KC നിഅമത്തുല്ലാ ഫാറൂഖി വളരെ മോശമായ രൂപത്തിൽ പറയുന്നത് കേട്ടോളൂ. ഞാൻ MSMനെ കുറ്റം പറഞ്ഞു ഇറങ്ങിയാണ്. ഞാനൊരു ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ അവിടെ വലിയൊരു സംഗതി ഇങ്ങനെ കൊടുക്കും, ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഒരു കടലാസ് ഇങ്ങനെ വിതരണം ചെയ്യാൻ. ഞാനത് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം. പടച്ചോനെ, ഇത് മന്ദിരിച്ചൂതി പൈസ അങ്ങാലോ, ഓരോ പള്ളി കമ്മിറ്റിയും കൊടുക്കാലോ, ഇജാതി ഒരു കടലാസാണല്ലോ. എന്താ അപ്പോൾ MSMൻ്റെ കുട്ടിയൊക്കെ ഇതിങ്ങനെ പറഞ്ഞെടുത്തിട്ട് എന്ത് കിട്ടാനാ? അപ്പം എനിക്ക് മനസ്സിലായി, മന്ദിരിച്ചൂതിയ മൂർക്കം പാമ്പിൻ്റെ വിഷു ഇറങ്ങും, അതിന് കൂലിയും വാങ്ങാം, ഓരോ പള്ളി കമ്മിറ്റിക്കും കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഊത്തുമായിട്ട് നടക്കപ്പെടുന്നാണ്ടുള്ള കാര്യം. ഇതൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള ഏർപ്പാട്. ഞങ്ങളെന്താ മനസ്സിലാക്കിയത്? ഈ അന്ധവിശ്വാസം നമ്മളെ തലയിലാണ് കയറ്റിക്കഴിഞ്ഞാൽ ഈറ്റങ്ങൾക്ക് ഒരു പണി കൊടുക്കേണ്ട ഒരു ക്ലിനിക്ക് കൂട്ടാണ്ട് ഇരുന്നാൽ മതി. പിന്നെ ഊത്തും അടിച്ചലും ഇറക്കലും കയറ്റലും, മനസ്സിലായോ? നല്ല സുഖ, 2 സംഗതി കിട്ടും, പണവും കിട്ടും പെണ്ണും കിട്ടും. പണ്ട് കുറേ ആൾക്കാർ ചൂഷണം ചെയ്തതാ സഹോദരിമാരെ. വാപ്പയും ഭർത്താവും കൊണ്ട് ചങ്ങായിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുക. ബാല്യക്കാരത്തി പെൺകുട്ടികളെ ആർത്താൽ അങ്ങോട്ട് പോയി നോക്കൂല. അത് ഇറക്കാന്നാ വിചാരിച്ച, ഇറക്കല്ല കയറ്റുക. നിങ്ങൾ എന്താ മനസ്സിലാക്കി? തോന്നിയാസം ഒരു പത്രത്തിൽ ഇങ്ങനെ മൂന്ത വരിക, പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ മനുഷ്യൻ? കണ്ടില്ലേ, പച്ച തോന്നിയാസല്ലേ ഇയാൾ പ്രസംഗിക്കണത്? പച്ച തോന്നിയാസം. ഓക്കെ, പണവും കിട്ടും പെണ്ണും കിട്ടും. അപ്പൊ ഇവിടെ പണവും പെണ്ണും കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ മന്ത്രവാദം തുടങ്ങുന്നു. നിങ്ങൾ ഒരാളെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും? പച്ച കളവും പറഞ്ഞ് നടക്കുക. ആരാ ഇവിടെ പണം വാങ്ങി മന്ത്രിക്കുന്നത്? ആരാണ് ഇവിടെ പെണ്ണുങ്ങളെ കൂടെ മഹറമില്ലാതെ ചികിത്സിച്ചത്? തെളിയിക്കാൻ പറ്റുമോ? ഈ മെഡിക്കൽ നിയമം വരുന്നുണ്ട്. ഭൗതിക ഡോക്ടർ ചികിത്സിക്കണമെങ്കിൽ തന്നെ ഒരു പെണ്ണിനെ പരിശോധിക്കണമെങ്കിൽ നഴ്സ് കൂടെ വേണമെന്നാ, ബന്ധപ്പെട്ട ആള് കൂടെ വേണമെന്നാ നിയമം. ഒറ്റക്ക് റൂമിൽ പരിശോധിക്കാൻ പാടില്ല എന്ന്. അതുപോലെ ഭൗതിക നിയമത്തിൽ വരണ്ട്. പിന്നെയാണോ ഇസ്ലാമികമായ റുഖിയക്ക്? പണ്ട് മുസ്ലിയാക്കന്മാർക്ക് റൂമിനുള്ളിലേക്ക് പെണ്ണിനെയും മന്ത്രിക്കണോനെയും മാത്രം ആക്കി കൊടുത്തിരുന്നു. എന്തൊരു ഒച്ച കേട്ടാലും വാതിൽ തുറന്നു നോക്കൂല. അങ്ങനത്തെ ഖുറാഫാത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുകയാണെന്നാ പറയുന്നത്. നിങ്ങൾക്കറിയാം, സഹാബികൾ ഒരു സ്ഥലത്ത് യാത്ര പോയി. ആ സന്ദർഭത്തില് സഹാബികളുടെ യാത്രയില് ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയപ്പോ ഞങ്ങളെ വിരുന്നുകാരായി സ്വീകരിക്കണം. കാരണം അന്നത്തെ പോലെ ഹോട്ടലും ലോഡ്ജൊന്നും ഇല്ലാത്ത കാലം. അപ്പൊ അവര് സ്വീകരിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോ അവരെ നേതാവിന് വിഷം തീണ്ടി. അപ്പൊ അവര് വന്നിട്ട് ചോദിച്ചു, നിങ്ങളടുത്ത് മന്ത്രിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പൊ പറഞ്ഞു, ഞങ്ങളടുത്ത് മന്ത്രിക്കുന്ന ആളുണ്ട്. ഇപ്പൊ ഇവര് പറഞ്ഞ മന്ത്രം തന്നെ വെറും പ്രാർത്ഥനയാന്നാ. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ അറിയില്ലേ? മന്ത്രിക്കാൻ വേറെ തന്നെ ആളുള്ളതുകൊണ്ടല്ല ചോദിച്ചത്. ശരി, പക്ഷെ നിങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് കൊണ്ട് പ്രതിഫലം നിശ്ചയിക്കാതെ ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് മന്ത്രിക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പ്രതിഫലം നിശ്ചയിച്ചു, ഇത്ര ആടുകളെ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ മന്ത്രിച്ചു, രോഗം സുഖപ്പെട്ടു, ഇവർക്ക് ആടുകളെയും കൊടുത്തു. പക്ഷെ ചോദിച്ചു വാങ്ങിയത് കൊണ്ട് സഹാബത്തിനൊരു സംശയം, ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? റസൂലിന്റെ അടുത്ത് എത്തിയിട്ട് ചോദിച്ചപ്പോ റസൂലിന് കുഴപ്പമില്ല, നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഓരോ എനിക്കും തന്നാളീൻ. അപ്പൊ അത് ഹലാലാണെന്ന് ബോധ്യപ്പെടുത്താനാ. ഇതിനെ കളിയാക്കാണ്. മന്ത്രിക്കും ചെയ്യാം, പൈസയും വാങ്ങാം, ബാക്കി പള്ളി കമ്മിറ്റിക്കും കൊടുക്കാം. പണവും കിട്ടും പെണ്ണും കിട്ടും. ഓരോരുത്തർ അവനാന്റെ സ്വഭാവങ്ങൾ എപ്പോഴും പറയാ. എന്നെ കൊണ്ട് പറയിക്കേണ്ട നിയമത്തിന്റെ കഥകള് അറ്റം മുതൽക്ക് പറയാൻ സക്കരിയാക്കറിയാ.
പക്ഷെ പറയണില്ല ഈ ജാതി തോന്നിയാസം പ്രസംഗിക്കുന്നത്. അബ്ദുറഹ്മാൻ സലഫി TP ലൈസൻസ് കൊടുത്തിട്ടാ ഈ ജാതി തോന്നിയാസം പ്രസംഗിക്കുന്നത്. തെളിവുണ്ടെങ്കിൽ തെളിവ് കൊണ്ട് നേരിട്, അല്ലാതെ തോന്നിയാസം പ്രസംഗിക്കല്ല. ഇവിടെ വന്ന് പ്രസംഗിച്ച ഹനീഫിയും പറഞ്ഞ ഭാഷ അതാണ്. എന്ത്? തൗഹീദും സമ്പത്തും അഭിമാനവും പോകുന്നു, അടച്ചിട്ട റൂമിനുള്ളിൽ മാനം പോകുന്നു. സുഹൃത്തുക്കളെ, ആരും ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല. പച്ചക്കളവ് ഇവർ ജനങ്ങളുടെ മുമ്പിൽ പറയാണ്. ഇവിടെ ജിന്നുബാധയുണ്ട്, സിഹ്റുബാധയുണ്ട്, ഇതൊക്കെ അന്ധവിശ്വാസമാണെന്നാണ് ഇപ്പോഴും കുറെ ആളുകൾ വിശ്വസിക്കുന്നത്. മുജാഹിദുകൾ പണ്ടേ പഠിപ്പിച്ചിട്ടുള്ളതാണ് ജിന്നുബാധ ഉണ്ട്. ഈ പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് KM മൗലവി, KNMന്റെ പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞത് എന്താ? അള്ളാഹുവിന്റെ നാമങ്ങൾ, അവന്റെ ഗുണങ്ങൾ, വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ, റസൂൽ പഠിപ്പിച്ച ഹദീസിലെ പ്രാർത്ഥനകൾ, മന്ത്രങ്ങൾ എന്നിവ കൊണ്ട് മാരണമോ പിശാച് ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരത്തിൽ ചികിത്സ നടത്തുന്നതിന്റെ വിരോധമില്ല. മാരണം എന്ന് പറഞ്ഞാൽ സിഹിർ, പിശാച് ബാധ, ജിന്നുബാധ. ഇവിടെ അനീഫ പ്രസംഗിക്കുക. വെട്ടം അബ്ദുല്ലാജിന്റെ പ്രസംഗം കേട്ടിട്ട് നിങ്ങൾക്ക് ജിന്നു കൂടിയണോ? ഉമർ മൗലിന്റെ പ്രസംഗം കേട്ടിട്ട് നിങ്ങൾക്ക് ജിന്നു കൂടിയണോ? KM മൗലവിന്റെ ഇതുപോലെയുള്ള ഫത്വകളൊക്കെ സെൽസബിൽ പുനഃപ്രസിദ്ധീകരിച്ച ആളാ ഉമർ മൗലവി. നിങ്ങൾക്കറിയോ? ജിന്നുബാധയെ നിഷേധിച്ച ആളല്ല. KM മൗലവി പരിശോധിച്ചതല്ലേ അമാനുവയുടെ ഖുർആൻ പരിഭാഷ? അദ്ദേഹത്തിന്റെ ഫത്വയല്ലേ ഞാനിപ്പോ വായിച്ചത്? അവരാരും സുഹൃത്തുക്കളെ ഇത് നിഷേധിച്ചതല്ല. നിഷേധിച്ച ആളുകൾ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം അറിവില്ലായ്മ കൊണ്ട്. പക്ഷെ അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശമല്ല. മുജാഹിദ് പ്രസ്ഥാനം ഇപ്പൊ അനീഫും മനസ്സും ഇപ്പോ ജമിയത്തിൽ നമുക്ക് കൊടുത്ത പ്രബന്ധം, ആ പ്രബന്ധത്തിൽ പോലും ജിന്നുബാധക്ക് തെളിവ് കൊടുത്തിട്ടില്ലേ? വിശുദ്ധ ഖുർആനിൽ ആയത്ത്, ഏതായത്ത്? അല്ലദീന യഅകുലൂന الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس എന്ന സൂറത്ത് ബഖറയിലെ ആയത്ത് എടുത്തു കൊടുത്തു. ശരീരത്തിൽ പ്രവേശിക്കും, ശാരീരികമായ പ്രയാസങ്ങൾ വരുത്തും. ശുഅറാ 221 226 വരെ, ബഖറ 275. എന്നിട്ട് ആയത്തിന്റെ തഫ്സീർ കൊടുത്തു. ഫിയാദിഹിൽ ആയത്തി ദലീലുൻ അലാ ഫസാദി ഇൻകാരി മൻ അൻകറ ശർഅ മിൻ ജിഹത്തിൽ ജിന്നി. ജിന്നിന്റെ ഭാഗത്ത് മറിച്ചു വീഴ്ത്തൽ ഉണ്ടാകും എന്നതിനെ നിഷേധിക്കുന്നവരുടെ വാദം തെറ്റാണെന്ന് ഈ ആയത്തിൽ തെളിവുണ്ട്. വസഅമ അന്നഹു മിൻ ഫിഅലി തബായി വഅന്ന ശൈത്താന ലാ യസ്ലുകു ഫിൽ ഇൻസാൻ വലാ യകൂനു മിൻ മസ്സുൻ. ശൈത്താൻ മനുഷ്യരിൽ പ്രവേശിക്കുകയില്ല, ബാധയുണ്ടാവുകയില്ല എന്ന് പറയുന്നവർക്ക് ഈ ആയത്തിൽ മറുപടിയുണ്ടെന്ന് ഖുർത്തുബിയുടെ തഫ്സീർ ഹനീഫും മനസ്സും എഴുതി കൊടുത്ത പ്രബന്ധത്തിൽ. എന്നിട്ട് പിന്നെ കൊടുത്തതെന്നറിയോ? റസൂലുള്ളാഹിന്റെ ഭാര്യ സഫിയ ബീവി നബിയെ കാണാൻ വേണ്ടി ഈത്തിക്കാഫ് ഇരിക്കുന്നിടത്ത് വന്നു. അപ്പൊ നേരം പുലരുന്ന രാത്രി നല്ലോണം നേരം വെളുത്തിട്ടില്ല. നബി ഭാര്യയോട് പള്ളിന്റെ പുറത്ത് സംസാരിക്കുക. അപ്പുറത്തൂടി ഒരാൾ പോയപ്പോ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെന്റെ ഭാര്യ സഫിയാണ്. അല്ല നബി, ഞങ്ങൾ സംശയിച്ചിട്ടില്ലല്ലോ. അപ്പൊ നബി പറഞ്ഞു, അശ്ശൈത്താനു യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദമി ഇന്ന ശൈത്താന യബ്ലുഗു മിനൽ ഇൻസാനി മബ്ലഗദ്ദമി. ചോര രക്തം എത്തുന്നിടത്തൊക്കെ ശൈത്താൻ എത്തും. അപ്പൊ ശരീരത്തിൽ പ്രവേശിക്കുന്ന രണ്ടാമത്തെ തെളിവ് അവർ കൊടുത്തു. മൂന്നാമത്തെ തെളിവ് അവർ കൊടുത്ത എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് ഗവർണറായി ഉസ്മാൻ ഇബ്നു അബിൽ ആസിനെ അയച്ചു. അദ്ദേഹത്തിന് നിസ്കരിച്ചിട്ട് എത്ര റക്അത്തും തിരിയുന്നില്ല, എന്തോ രൂപങ്ങൾ മുമ്പിൽ വരുന്നത് പോലെ. അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. അപ്പൊ റസൂല് പറഞ്ഞു, അത് ശൈത്താനാണ്. അവൻ നബി അദ്ദേഹത്തോട് പറഞ്ഞു, അടുത്തിരിക്കാൻ പറഞ്ഞു. അടുത്തിരുന്നു. എന്നിട്ട് അതിന്റെ നെഞ്ചിൽ ഒരു കൊട്ടുകൊട്ടി. എന്നിട്ട് ഉഖ്റുജ് അദുവല്ലാഹ്, അള്ളാന്റെ ശത്രു പുറത്തു പോയെന്ന് പറഞ്ഞ് വായ് പൊളിച്ചിട്ട് വായിലേക്ക് നനവോടെ ഊതി. ഇത് 3 പ്രാവശ്യം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ പ്രവേശിച്ചോളൂ. പിന്നെ എനിക്കതുണ്ടായിട്ടില്ല. അനീഫ കൊടുത്ത ഹദീസ് അത്, സക്കരിയ സലാഹിന്റെ അല്ല. എന്നിട്ട് കൊടുത്തു കേട്ടോ, വഫിൽ ഹദീസി ദലാലത്തുൻ സരീഹത്തുൻ അലാ അന്ന ശൈത്താന ഖദ് യതലബ്ബസുൽ ഇൻസാൻ വയദ്ഖുലു ഫീഹി വലൗ കാന മുഅ്മിനൻ സാലിഹാ. ഈ ഹദീസിൽ വ്യക്തമായ തെളിവുണ്ട്, ശൈത്താൻ മനുഷ്യനെ ബാധിക്കും, മനുഷ്യനിൽ പ്രവേശിക്കും, അവൻ സാലിഹായ മുഅ്മിനാണെങ്കിലും ശരി എന്ന ശൈഖ് അൽബാനിയുടെ ഹദീസിന്റെ സിൽസിലയിലുള്ള ഭാഗം തെളിവെടുത്തു കൊടുത്തു. ഇതൊക്കെ കൊടുത്തിട്ട് അവസാനം പിന്നെ കണ്ടോ, തഹരീമു ആലാത്തു തറബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇപ്പോൾ ചില ആളുകള് ശൈത്താൻ ബാധയെ നിഷേധിക്കുന്നുണ്ട്, അത് മനുഷ്യത്തിൽ പ്രവേശിക്കുന്നതിനും പിശാച് മറിച്ചു വിടുന്നതിനും നിഷേധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മറുപടി എഴുതിയ ശൈഖ് അൽബാനിയുടെ കൊടുത്തു. മാത്രല്ല, ജിന്നു മനുഷ്യനെ കൊല്ലും. പാമ്പ് രൂപത്തിൽ വന്നിട്ട് ഒരു സഹാബിയെ ജിന്ന് കൊന്ന സംഭവം ഹനീഫും മനസ്സും എടുത്തു കൊടുത്തു. പാമ്പ് എന്നിട്ട് റസൂല് പറഞ്ഞു, ഇവിടെ ചില ജിന്നുകൾ
3 ദിവസം കൊല്ലരുത് എന്ന് പറഞ്ഞു. പോ എന്ന് പറഞ്ഞ് പാമ്പിനോട് പോകാൻ പറയണം. ഈ ഹദീസ് ആര് കൊടുത്തു? അനീഫ കായക്കൊടിയും മനസ്സും അവരെ പ്രബന്ധത്തിൽ എടുത്തു കൊടുത്തു. ഇതൊക്കെ കൊടുത്ത ആള് പറയാണെന്ത്? ഏയ് നമ്മളൊക്കെ വട്ടത്തുള്ളാജിന്റെ പ്രസംഗം കേട്ടാ ജിന്ന് കൂടുന്നു മനസ്സിലാവൂല, ഉമ്മർ മൗലിന്റെ പ്രസംഗം കേട്ടാ ജിന്ന് കൂടുന്നു മനസ്സിലാവൂല, അനീഫാന്റെ പ്രബന്ധം വായിച്ചാൽ മനസ്സിലാവും. ആയത്തും മദീയത്തും കൊടുത്ത് അനീഫ് മനസ്സും സമർത്ഥിച്ചിട്ടുണ്ട്. വേണ്ട, അനീഫ് മനസ്സും എഴുതിയ ജമിയത്തുമെന്റെ ബുക്കതാ. ആ ബുക്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ പുസ്തകത്തിൽ ജിന്ന് പിശാജ് റുക്കേ ശറയിൽ പിശാജ് ബാധിക്കുമെന്ന് ഈ ആയത്ത് ഉദ്ധരിച്ചു കൊടുത്തിട്ടില്ലേ? അപ്പൊ ഇതൊക്കെ അന്ധവിശ്വാസ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. നിങ്ങൾ ആശയക്കുഴപ്പം ഉണ്ടാക്കാണ്. നിങ്ങൾ വസ്തുതകളായി പറ, തെളിവുണ്ടെങ്കിൽ ഗണ്ണിച്ചോ. ഇനി നോക്കൂ, ബാധ തിരിച്ചറിയാൻ റസൂലിന് മാത്രമേ സാധിക്കുള്ളൂ. എന്നിട്ട് പറയാണ്, PN-ന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പുളിക്കൽ വെച്ച് ചർച്ച ചെയ്തപ്പോൾ ജിന്നുബാധയുണ്ടെന്നൊരാൾക്ക് ഉറപ്പിച്ചു പറയണമെങ്കിൽ വഹിയുള്ള നബിക്കേ സാധിക്കുള്ളൂ. സക്കരിയ സലാഹിന്റെ അടുത്ത് വന്ന ഒരു രോഗിക്ക് കാസറ്റ് ഇട്ട് കൊടുത്തപ്പോ ബഹളം കൂട്ടിയപ്പോ സക്കരിയ സലാഹിക്ക് ബോധ്യം വന്നു അത്രേ. ഈ ബോധ്യം വരിക എന്ന് പറഞ്ഞതും ഉറപ്പിച്ചു പറയുന്നതും രണ്ടും രണ്ടാ. ഒരു ബാധയാണെന്ന് എനിക്ക് മനസ്സിലായി എന്നേ ബോധ്യം എന്നാണ് അർത്ഥമുള്ളൂ. ഇത് ബാധ തന്നെയാണ്. ഇയാളെ ശരീരത്തിൽ ഇന്ന ഭാഗത്ത് ശൈത്താൻ ഇരിക്കുന്നുണ്ട്, ഇതാ ഇപ്പൊ അങ്ങോട്ട് നീ. ഇതൊന്നും പറയാൻ ആർക്കും സാധിക്കൂല വഹിയുള്ള നബിക്കല്ലാതെ. പക്ഷേ ഉറപ്പിച്ചു പറയാൻ എന്ന് നമ്മൾ എഴുതി ഒപ്പിട്ടു. പക്ഷേ CD ടവറിൽ നിന്നും അയച്ചു കൊടുക്കുന്ന കള്ള നോട്ടീസ് അതിലെന്താ ഉള്ളത്? അറിയാൻ ഉറപ്പിച്ചു എന്നുള്ളത് ഒഴിവാക്കി. അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരാള് ഇയാൾക്ക് ജിന്നുബാധയാണ്, ഇയാൾക്ക് സിഹ്റുബാധയാണ് എന്ന് പറഞ്ഞാൽ ഓൻ നബിത്വം ബാധിച്ചവനായി. ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ബറാക്ക്